1,79,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എറണാകുളം കിഴക്കമ്പലത്തെ കടമ്പ്രയാർ ഇക്കോ ടൂറിസം പദ്ധതി അവതാളത്തിൽ. കഴിഞ്ഞ 3 വർഷമായി പദ്ധതി പ്രവർത്തിക്കുന്നില്ല. ടൂറിസം പദ്ധതി നിലച്ചതോടെ പ്രദേശം സാമൂഹിക വിരുദ്ധർ കൈയടക്കിയിരിക്കുകയാണ്. 2009 സെപ്റ്റംബർ 19 അന്നത്തെ ടൂറിസം മന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് മനക്കേക്കടവ് കടമ്പ്രയാർ ഇക്കോ ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചത്. 3 ഘട്ടങ്ങളിലായി 1,79,00,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമായ പ്രദേശം വിനോദസഞ്ചാരികളുടെ പറുദീസയായി. ബോട്ട് സർവീസ്, റെസ്റ്റോറൻറ്റ്, വാക്ക്വേ, നടപ്പാലം ഉൾപ്പെടെയുണ്ടായിരുന്നു. 2021 ടെൻഡർ എടുത്തയാൾ പദ്ധതി പ്രദേശത്ത് ഒന്നും ചെയ്തില്ല. പ്രദേശം ഉപയോഗശൂന്യമായി. ഇതോടെ സാമൂഹിക വിരുദ്ധർ താവളമാക്കി. കടമ്പ്രയാർ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആദ്യം ഈ ഒരു ബിൽഡിംഗ് വന്നു. ഈ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഈ പാലത്തിൻ്റെ അപ്പുറം വേറെ ഒരെണ്ണം പുതിയത് വന്നിട്ട് അതും നിർത്തി ഇപ്പോൾ ഇതും നിർത്തിയ അവസ്ഥയാണ്. കാരണം വന്നത് ഫുള്ളും കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ കാര്യങ്ങൾ തന്നെ കച്ചവടമുള്ള ഫാമിലീസ് വരില്ല. ഇങ്ങനത്തെ പ്രശ്നം ഇവിടെ നടക്കണമുണ്ട്. ഇക്കോ ടൂറിസം പദ്ധതി നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ്. 3 വർഷത്തേക്ക് 6,12,000 രൂപയ്ക്ക് ടെൻഡർ നൽകിയിട്ടുണ്ട്. നവീകരണ പ്രവൃത്തികൾ ഉടൻ തുടങ്ങുമെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി സതീഷ് മിറാണ്ട. കടമ്പ്രയാർ നമ്മുടെ ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. നിലവിലുണ്ടായിരുന്ന കരാറൊക്കെ നമ്മൾ റദ്ദ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഒരു ടെൻഡർ വിളിക്കുകയും വളരെ നല്ല കുറേ പാർട്ടിസിപ്പൻസ് അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ ഇപ്പോഴിവിടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. രാത്രികാലങ്ങളിൽ ഇതുവഴി നാട്ടുകാർക്ക് സഞ്ചരിക്കാനാകുന്നുമില്ല. കടമ്പ്രയാറിലെ മനോഹര കാഴ്ചകൾ കാണാനെത്തുന്നവർക്ക് നിരാശയാണ് ഫലം. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒട്ടേറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് കടമ്പ്രയാറിലെ എക്കോ വില്ലേജ്. ഇവിടുത്തെ ഈ ഒരു പദ്ധതി അവതാളത്തിലാണ്. അതുകാരണം തന്നെ സാമൂഹിക വിരുദ്ധരുടെ താവളം കൂടിയാണ് ഈ പ്രദേശം. ഒരാൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം. ഇതിനൊരു പരിഹാരം കാണണം. ടൂറിസം വകുപ്പ് ഇടപെടണം. നാട്ടുകാർക്കും ടൂറിസത്തിനുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ തക്കവണ്ണമാകണം ഈ ഒരു ഇക്കോ ടൂറിസം വില്ലേജ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനോടൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.